സുബീർ ബാപ്പു, കൂടെ ഉള്ളത് ഷൗക്കാക്കും. അപ്പോ ഞങ്ങൾ രണ്ടുപേരും എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അമരമ്പലം പഞ്ചായത്തിലെ അമരമ്പലത്തെ ആദ്യത്തെ ഓഡിറ്റോറിയത്തിന് നേരെ ഓപ്പോസിറ്റില്, അതും ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മുടെ ലാൻഡിലേക്ക് വരുന്ന ദൂരം, നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കവുങ്ങും തോട്ടത്തിലേക്ക് വരുന്ന ദൂരം 200 മീറ്റർ മാത്രം. അപ്പൊ ഞാൻ എന്റെ സൗക്കാക്കുന് നല്ലൊരു മുതലുണ്ടെന്നുണ്ട് കാണിച്ചു തരാൻ വേണ്ടി വന്നാണ് അല്ലെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൗങ്ങിനെ കണ്ടുനോക്കുമ്പോഴേ ഇത് ശരിക്ക് നമ്മളെ ഈത്തപ്പഴത്തോട്ടണ്ടല്ലോ, സൗദി അറേബ്യയിലെ ഈത്തപ്പഴത്തോട്ടം, അതാണ് ഇത് കരുതി. അടക്കിങ്ങനെ കുനിയാനെ നിൽക്കാണ്. അതായത് അടക്കല്ലാത്ത ഒരു കാലഘട്ടം, അടക്കല്ലാത്ത ആ സമയത്താണ് ഇത്രത്തോളം അടക്കള. അടക്ക മാത്രമാണ് തെങ്ങോ അതിലേറെ ഒരു നാളികേരത്തിന് 100 റുപ്യന്റെ അടുത്ത്, 1 കിലോ നാളികേരത്തിന് 100 റുപ്യന്റെ അടുത്ത് വില വരാൻ പോവുകയാണ്. വന്നിട്ടില്ല, എന്തായാലും വരും. ഒരു നാളികേരത്തിന് ശരാശരി 30-40 രൂപ വരെ വന്നു കിട്ടുന്ന കാലഘട്ടത്തിൽ. ഒരു അടക്കക്ക് 15 റുപ്യ നിലവാരമുണ്ട്. അത്രയും വില അത്രയും എനിക്കറിയാത്തോളം കടയിൽ ചെന്ന് കണ്ട് അടക്ക ചോദിച്ചു, അടക്കക്ക് 15 റുപ്യ ഒരു സിംഗിൾ അടക്കക്ക്. ഒരു സിംഗിൾ നാളികേരത്തിന് ഏകദേശം 40-35 റേഞ്ചിലുള്ള അങ്ങനത്തെ ഇഷ്ടം പോലെ അടക്കയും അതുപോലെ തന്നെ നാളികേരമുള്ള നല്ലൊരു മുതൽ 13 തെങ്ങ്, ഏകദേശം 400 കവുങ്ങാണുള്ളത്. വളരെ ചെറിയ വിലക്ക്, അതായത് ഒരു സെന്റിന് ഉടമ ചോദിക്കുന്നത് 53,000 രൂപ. അത്രേ ഉള്ളൂ. അതായത് റോഡ് വക്ക് നിങ്ങൾ കണ്ടത് നടക്കാനുള്ള ദൂരം, അത് ബസ് പോണ റോഡ് വക്കിൽ നിന്ന് നടക്കാനുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന മുതലുള്ളത്. അപ്പൊ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്താ പറയുന്നത്, നമ്പറോട് വിളിക്കാൻ പറയുന്നത്. തീർച്ചയായും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കവുങ്ങ് തീരെ പ്രായഘട്ട കവുങ്ങാണ്. 2 ഐറ്റംസ് ഉണ്ട്. അതായത് എന്താ വെച്ചാല്, ഒന്ന് കുറച്ച് വലിയ ലെങ്ത് കൂടിയ കവുങ്ങുണ്ട്, പിന്നെ രണ്ടാമത് ഇടക്കവുങ്ങ് വെക്കുക. അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മളെ മരിക്കണേ, നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ വരുന്നുണ്ടല്ലോ. അതേപോലെ പുതിയ തലമുറ, പഴയ തലമുറ നമ്മളൊക്കെ അങ്ങനെ നിറച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ നമ്മളെന്തായി, നമ്മുടെ തലമുറ, പുതിയ തലമുറ വരും, പിന്നെ അവർക്ക് തലമുറ വരും, അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ കവുങ്ങ് ഒരു പ്രായമായി ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ അതായത് കായ്ക്കൽ കുറയുമ്പോ. അല്ല അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ കവുങ്ങിന് നിങ്ങൾ എന്ത് വളർന്നിട്ട്? കാരണം ഇത് ഈന്ത് പൂട്ടന്മാർക്കുള്ള പൂട്ടുന്ന കാരണം എന്താ പറയുക, നല്ല നോട്ടുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ ചുറ്റുഭാഗം കമ്പിയിലിട്ടുണ്ട്. ഒരു മൃഗങ്ങൾ, ഒരു പന്നിയോ മറ്റുള്ള മൃഗങ്ങളോ ഒരു ശല്യമല്ല, അത്രയും നല്ലൊരു പിന്നെ നോട്ടുണ്ട്. പിന്നെ ഇതിന് വേറെ പ്രത്യേകത എന്താ പറയുക സുഖക്കാം, പിന്നെ നമ്മൾ ഈ കവുങ്ങത്തോട്ടത്തിന്റെ 45 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പൂട്ടിയിട്ട് പോകേച്ചിട്ടുണ്ടെങ്കിൽ ഗേറ്റും ഉണ്ട്, മതില് പറഞ്ഞാല് മൊത്തം നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ നമ്മൾ ലീസിന് നമ്മൾ കൊടുത്തില്ല, തെങ്ങും കവുങ്ങും കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ നാളികേരം ചാടയിലും അവിടെ ഉണ്ടാകും, അടക്ക ചാടയിലും അവിടെ ഉണ്ടാകും, ആരും പൊറുക്കി കൊണ്ടുപോകില്ല. അപ്പൊ എന്താ വെച്ചാൽ ആരും കള്ളന്മാരെ പേടിക്കണ്ട. പിന്നെ അതേപോലെ ഇതിപ്പോ 40-45 സെന്റ് സ്ഥലമുണ്ട്, സാധാരണക്കാരന് വാങ്ങാനും പറ്റും. കാരണം എന്താ വെച്ചാല് ഇന്നത്തെ ഈ കാലത്ത് നാളികേരത്തിന്റെ വില, അടക്കയുടെ വില, പിന്നെ നോക്കിയാൽ വാഴ ഉണ്ടല്ലോ, അങ്ങനെ വാഴ, ചേമ്പ്, ചേന, എല്ലാ സാധനവും അപ്പൊ ഉണ്ടാക്കാൻ പറ്റാവുന്ന സ്ഥലമാണ്. മണ്ണിന്റെ കറുത്ത മണ്ണാണ്. ആ ചുമന്ന മണ്ണാവുമ്പോ അതിന് വളമല്ലാത്ത വളക്കൂറില്ലാത്ത മണ്ണാണ് ചുമന്ന മണ്ണ്. അതെ, ഇത് കറുത്ത മണ്ണായതുകൊണ്ട് ഏത് സാധനം നമ്മൾ എറിഞ്ഞു പിടിച്ചാലും തിളത്തിന് വരും. അതെ, പിന്നെ അതുപോലെ ചീര, കൃഷി ഇഷ്ടം പോലെ ഒന്നിനും പേടിക്കണ്ട, ഒരു മൃഗങ്ങളെയും പേടിക്കണ്ട. അപ്പൊ ഏറ്റവും നല്ലത് ഈ കമ്പനിയിലിട്ടുകൊണ്ട് മൃഗങ്ങൾ വരില്ല, അത് ഉറപ്പാണ്. ഏറ്റവും നല്ല എന്താണ് പരിസരവാസികൾക്കാണ്. പരിസരവാസികളാണ് അമരമ്പലം പഞ്ചായത്തിലെ നമ്മുടെ ശാന്തി, അത്താണി, കയറ്റം, അങ്ങനെ കൂരാട്, ഏമങ്കാട്, ഇങ്ങനെയുള്ള പരിസരം, പൂക്കോടുംപാടം, തോട്ടേക്കാട്, ഇങ്ങനെയുള്ള പരിസരവാസികൾക്കാണ് ഏറ്റവും അനുയോജ്യം. കാരണം വെച്ചാല് വീട്ടിൽ നിന്ന് ഒന്ന് വൈകുന്നേര സമയത്ത് ഒന്ന് തടിക്കാരന്മാർക്ക് വലിയ തടിയിലാൾക്കാരൊക്കെ ഒന്ന് ഇളകി 2 കൊത്തു കൊത്തിക്കണ്ടേ, 4 കൊത്ത കവുങ്ങിന്റെ അടിയിൽ കൂടെ കൊത്തിക്കാണ്ട് ഒരു ലേശം കൃഷികളൊക്കെ ചെയ്യുക, ചീര കൃഷി ചെയ്യുക, പയർ കൃഷി ചെയ്യുക, അതിനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. അതെ, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും എന്തായാലും മേത്തേക്ക് പിടിക്കൂല. 53,000 രൂപ ചോദിക്കണം, 50 റുപ്യന്റെ മേലെ എന്തെങ്കിലും കൊടുത്ത സാധനം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഇടലിന് ഏകദേശം 300 നാളികേരത്തിന്റെ അടുത്ത് ഒറ്റ ഇടലിന് കിട്ടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത് കൊടുത്തത് ലീസിന് അടക്കം മാത്രം കൊടുത്തത് എന്താ വെച്ചാല് എത്ര റുപ്യക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഏകദേശം 85,000 രൂപക്കാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. ഈ വർഷം കുറച്ച് അടക്ക കുറവാണ്, കഴിഞ്ഞ വർഷത്തിലെ രൂപ. കഴിഞ്ഞ വർഷം കൊടുക്കുക ഭയങ്കര അടക്കായിരുന്നു. ഞാൻ ഇത്ര കായ്ഫലമുള്ളൊരു കവുങ്ങാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഇങ്ങനെ മറ്റൊരു പ്രത്യേകത, മഹാളി എന്ന സംഗതി പിടിച്ചിട്ടില്ല. അതന്നെയാണ് മെയിന്. ഈ അടക്ക അവിടെ പിടിക്കാനുള്ള കാരണം ഈ മഹാളി ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിന് മരുന്നടിക്കലുണ്ടോ? മരുന്നടിക്കലുണ്ടോ എന്താ അറിയില്ല. എന്തായാലും മലനാട് ചോദിച്ചു നോക്കണം. മഹാളി പിടിച്ചിട്ടില്ല. ഈ പരിസരത്ത് ഒരു കവുങ്ങിനും മഹാളി പിടിക്കാത്ത കവുങ്ങാണ്. അപ്പൊ എന്തായാലും മക്കളെ, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് 95 62 746 717 എന്ന നമ്പറിൽ വിളിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലെ. ഓക്കെ.